ഫിനാൻഷ്യലി കുറച്ച് മണിയും കാര്യങ്ങളും ഇതിന് വേണമല്ലോ. അപ്പം പാരൻസ് ഞങ്ങൾ ഇത്രയും 5 മക്കളുമാണ്, പിന്നെ അവരെ പഠിപ്പിക്കുക, പിന്നെ എന്നെയും കൂടെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോൾ ഉസ്താദ് എന്ന നിലയിലും കുറച്ച് ഫിനാൻഷ്യലി പ്രശ്നം ഉണ്ടായതുകൊണ്ടും ഈ ഒരു പറത്താൻ പറ്റും. പാരന്റ്സ് സപ്പോർട്ടായിരുന്നു. പിന്നെ അതെ, പാരന്റ്സ് സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പൊസിഷനിലൊക്കെ. എത്ര മണിക്കൂർ പറത്തിയിട്ടാണ് ഇപ്പൊ വരുന്നത് ശരിക്കും? ഇപ്പൊ ഞാൻ 7 മണിക്കൂറേ കഴിഞ്ഞിട്ടുള്ളൂ. 7 മണിക്കൂർ വിമാനം പറത്തിയിട്ട്, അതായത് വലിയ ഫ്ലൈറ്റ് അല്ല കേട്ടോ അല്ലെ? അല്ല, ചെറിയത് സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ്. സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് പറത്തിയിട്ട് വന്നിട്ടിരിക്കുകയാണ് നമ്മളെ ജുമാന. ടോട്ടലി 200 ഹവേഴ്സ് ആണ്. അതിൽ 7 മണിക്കൂർ അതിൽ 7 മണിക്കൂർ. അപ്പൊ അതില് 185 ഹവേഴ്സ് സിംഗിൾ എഞ്ചിനിൽ വേണം. സിംഗിൾ എഞ്ചിൻ ബാക്കി 20 മണിക്കൂർ, ബാക്കി 15 മണിക്കൂർ ബാക്കി ഡബിൾ എഞ്ചിൻ ആയിട്ടുള്ള. ഉമ്മച്ചി പറഞ്ഞതാണ് ഗായികയാണെന്നൊക്കെ. സ്കൂളിലൊക്കെ പാടിയിട്ടുണ്ട്. ചെറിയ ചാനലുണ്ട് തോന്നുന്നല്ലേ? ചെറിയ ചാനലുണ്ട്, പക്ഷെ ഇപ്പം പാട്ടൊന്നും അപ്ലോഡ് ചെയ്യില്ല. ഇല്ല, അതില് തുടങ്ങിയത് എന്തിനാണ് പൈലറ്റ് ആവാൻ വേണ്ടി. അതാണ് അവള് പറഞ്ഞേ, എന്റെ ഉപ്പച്ചി ഉസ്താദല്ലേ, എന്നെ പൈലറ്റ് ആക്കാണ് ഉപ്പച്ചിക്ക് കഴിയൂല. അപ്പൊ ഞാന് ഒരു ചാനല് തുടങ്ങാണ്. ഞാൻ സ്വന്തമായിട്ട്, ഓക്ക് പേടിയുണ്ട്, ഉപ്പച്ചി ഉസ്താദായോണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോ ഇപ്പച്ചി നീ പറയാൻ നോക്കണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ടല്ലേ, നല്ലൊരു ഇതിലേക്ക് എത്താൻ വേണ്ടിട്ടാണല്ലോ, അതായത് ചെയ്ത് നോക്ക്. ഇപ്പച്ചി ചീത്ത പറയുകയാണെങ്കിൽ നമുക്കാണ് ക്യാൻസൽ ചെയ്യാം. മലപ്പുറത്തെ പുൽപ്പറ്റ സ്വദേശിയായ മറിയം ജുമാന എന്ന 19കാരി ഏതാണ്ട് 7 മണിക്കൂർ വിമാനം പറത്തിയ വാർത്ത, അത് സാമൂഹ്യ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും ഒക്കെ വാർത്തയായ ഏതാണ്ട് അതേ ദിവസങ്ങളിൽ തന്നെ നമ്മുടെ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായ ഊന്നൽ നൽകണം എന്നൊരു വാർത്തയും വായിക്കാനിടയായി. രണ്ട് വാർത്തകളാണെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു കാര്യവുമില്ലാതെ പിന്നോട്ട് വലിക്കുകയും പിൽക്കാലത്ത് അവർക്കുയരാൻ കഴിയാത്തവണ്ണം അവരുടെ മേൽ വ്യത്യസ്ത തരത്തിലുള്ള മുൻവിധികളോടെയുള്ള പല മുദ്രകളും ചാർത്തിക്കൊടുക്കുമ്പോൾ അതിൻ്റെ പരിഹാസവും അതിൻ്റെ അപമാനവുമൊക്കെ മതവിശ്വാസങ്ങളുമായി ചേർത്ത് വെച്ച് വ്യാഖ്യാനിച്ച് ആവേശം കൊള്ളുന്നവരുടെ കാലത്ത് അതിൻ്റെയൊക്കെ മുകളിലൂടെയാണ് മറിയം ജുമാന പറന്നിറങ്ങിയത്. ഒപ്പം CH മുഹമ്മദ് കോയ എന്ന എക്കാലത്തെയും സ്വപ്നങ്ങളുടെ രാജകുമാരനായി തീർന്ന കർമ്മശേഷിയും കരുത്തും തൻ്റെ പദവി പൂർണ്ണാർത്ഥത്തിൽ സമൂഹത്തിലെ ജാതിമതഭേദമന്യേ പാവപ്പെട്ടവർക്കായി പ്രത്യേകമായി പ്രയോഗിക്കുന്നതിൽ അസാമാന്യ കരുത്തും ധീരതയും കാട്ടിയതിൻ്റെ ആ ചിന്തകളുടെയും ഇടപെടലുകളുടെയും ഒക്കെ ബാക്കി പത്രം കൂടിയാണ് ഈ മറിയം ജുമാനയുടെ പറക്കൽ എന്ന് വേണമെങ്കിൽ അഭിമാനപൂർവ്വം പറയാം. അവിടെ സ്വപ്നം പോലും അനിസ്ലാമികമാണെന്നും അത് നിഷേധിക്കപ്പെടേണ്ടതാണെന്നും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പോട്ടെ, അറബി മലയാളം പോലും പഠിച്ചു പോകുന്നത് വലിയ അബദ്ധമാണെന്നും പൊതുവിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവുമൊക്കെ വലിയ തെറ്റാണെന്നുമൊക്കെ വ്യാഖ്യാനിച്ചിരുന്ന ഒരു ഭൂതകാലത്തിൻ്റെ ചിന്തകളിൽ നിന്ന് ഒരു സമൂഹത്തെ സ്വപ്നം കാണിപ്പിച്ചതിൽ പ്രധാനിയായിരുന്നു CH മുഹമ്മദ് കോയ എന്ന രാഷ്ട്രീയക്കാരൻ. ഇങ്ങ് എൻ്റെ നാട്ടിലും സംഗീതം പഠിക്കാൻ പോയ ഒരു അധ്യാപകനെ സംഗീത കോളേജിൽ സവർണ സംഗീത വിദ്വാൻമാരെല്ലാവരും കൂടി ചേർന്ന് പീഡിപ്പിച്ചപ്പോൾ ഒറ്റ ഹാളിൽ ഒരു കുട്ടിയെ മാത്രമായിരുത്തി പോലീസ് സംവിധാനത്തിൽ പരീക്ഷ എഴുതിക്കാൻ ധൈര്യം കാണിച്ച ഒരാളാണ് CH. അന്നേ ഇതിലൊക്കെ CHൻ്റെ സ്വപ്നമുണ്ടായിരുന്നു. ഇന്ന് ആലുവാപ്പുഴയിലൂടെ കുറേയേറെ വെള്ളമൊഴുകേണ്ടി വന്നു ചിന്തകളൊക്കെയും മാറ്റി സ്ഥാപിച്ചെടുക്കാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കാന്തപുരം ഉസ്താദ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേകമായ ഊന്നൽ നൽകണം എന്ന പ്രസ്താവനയെ ഏറ്റവും അഭിനന്ദനാർഹമായി എനിക്ക് തോന്നിയത്. മറിയം ജുമാന പറന്നത് വാർത്തയായതും ഇതേ ചിന്തകളുടെ അടിസ്ഥാനത്തിലാണ്. മലപ്പുറത്ത് പെൺകുട്ടികളും സ്ത്രീകളുമൊക്കെ വല്ലാതെ എന്തിൻ്റെയൊക്കെയോ ഉള്ളിൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്നും അവരുടെ സ്വപ്നങ്ങൾ തളച്ചിടുന്നു എന്നുമൊക്കെ പറയുമ്പോഴാണ് ഈ 19 വയസ്സുകാരി 7 മണിക്കൂർ വിമാനം പറത്തിയത്. അവരുടെ ഉപ്പ ഒരു പള്ളിയിലെ ഉസ്താദാണ്, ഉമ്മയാകട്ടെ വനിതാ ലീഗ് പ്രവർത്തകയും സാമൂഹ്യ പ്രവർത്തകയും ഒക്കെയാണ്. സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. എല്ലാവരോടൊപ്പം പഠിക്കുമ്പോഴും അവളുടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ മാതാപിതാക്കൾ ഒപ്പം കൂടുകയും അതിനുവേണ്ട പിന്തുണ നൽകുകയും ചെയ്തപ്പോഴാണ് അവളതിൽ പരിശീലിക്കാനും പഠിക്കാനുമൊക്കെ യാത്രയായത്. നമുക്കറിയാവുന്നതുപോലെ നമുക്ക് ഈ പള്ളിയിൽ ഉസ്താദുമാർ അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്നവർ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു മുൻവിധിയുണ്ട്, അവരെങ്ങനെ ആയിരിക്കണം. നമ്മുടെയൊന്നും മക്കളുടെ കൂട്ടോ നമ്മുടെ സ്വപ്നങ്ങളോ ഒന്നും അവർക്ക് പാടില്ലെന്ന് വിചാരിക്കുന്നവരുണ്ട്.
നമ്മൾ കൊടുക്കുന്ന ഓളേമുക്കാ കായ്ക്ക് പറ്റുമെങ്കിൽ കൈനീട്ടി അവർ ജീവിച്ചു കൊള്ളണമെന്ന് ശഠിക്കുന്നവരുമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ആ ചിന്തകളെയൊക്കെ മാറ്റിമറിക്കുന്ന പെൺകരുത്തിൻ്റെ ഭാഷ്യം മലപ്പുറത്തിന് നന്നായുണ്ട് എന്ന് ഇപ്പോൾ മാത്രമല്ല പല ഘട്ടങ്ങളിലും ഇന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ആ മകൾക്ക് അഭിനന്ദനങ്ങൾ. ഒപ്പം മാതാപിതാക്കൾക്കും സഹായിക്കുന്നവർക്കും ഒപ്പം കൂടിയവർക്കുമൊക്കെ. ശ്രീ TV ഇബ്രാഹിം MLA ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടപ്പോഴാണ് ഞാനിതിനെക്കുറിച്ച് അറിഞ്ഞതും അല്പകാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതും. സംസാരിക്കണമെന്നുണ്ട്, നേരിൽ പോകണമെന്നുമുണ്ട്, കാണണമെന്നുമുണ്ട്.